ഹായ് ഫ്രണ്ട്സ്, അധികം ചേരുവകളൊന്നും ഇല്ലാതെ ഇൻസ്റ്റൻ്റായൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം ഇന്ന്. ഉണ്ടാക്കാനുള്ള എളുപ്പം പോലെ തന്നെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. ബ്രേക്ക്ഫാസ്റ്റിന് മാത്രമല്ല, ഈവനിങ് സ്നാക്സായും ഡിന്നറായും ഇത് കഴിക്കാം. ഇതിനു വേണ്ടി നമുക്ക് ആവശ്യത്തിനുള്ള റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനൊരു കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് അധികം പുളിയില്ലാത്ത അരക്കപ്പ് തൈരും കൂടി ഒഴിക്കുന്നുണ്ട്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 1/4 കപ്പ് മതി. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്യുക. 1/4 കപ്പ് വെള്ളം ഇതിന് മതിയാവില്ല, കുറച്ചും കൂടി വെള്ളം വേണം. ആദ്യം തന്നെ നമ്മളിത് കുഴച്ച് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇത് നല്ല കട്ടിയായിട്ട് തന്നെയുണ്ട്. 1/4 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ഒന്നുകൂടി കുഴച്ചെടുക്കുക. ഈ കൂട്ട് അധികം കട്ടിയാകാനും പാടില്ല, എന്നാൽ ഒരുപാട് ലൂസാകാനും പാടില്ല. അതുകൊണ്ടാണ് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് കുഴച്ചെടുക്കണം എന്ന് പറയുന്നത്. റവ ആയതുകൊണ്ട് സോക്കായി വരുമ്പം കുറച്ചും കൂടി ഇത് കട്ടിയാവും. ഈ ഒരു പാകത്തിൽ ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ സമയം കൊണ്ട് ഇതിലേക്ക് ഇടാനുള്ള കുറച്ച് സവാളയും ക്യാരറ്റും അരിഞ്ഞെടുക്കുക. പച്ചമുളകും സവാളയെല്ലാം അരിഞ്ഞെടുക്കുമ്പോൾ തീരെ ചെറുതായി തന്നെ അരിയാൻ വേണ്ടി ശ്രമിക്കണം. റവ ഒരുപാട് സമയമൊന്നും സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല, വെറും 10 മിനിറ്റ് മാത്രം മതി. റവ സോക്കായി കുറച്ചുകൂടി കട്ടിയായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇത് കുറച്ചുകൂടി ഒന്ന് ലൂസാക്കി എടുക്കണം. 2 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കാം. ഇത് റവ മാത്രമേ എടുക്കുന്നുള്ളൂ. ഇതിലേക്ക് നമ്മൾ മൈദപ്പൊടിയോ അരിപ്പൊടിയോ ഒന്നും എക്സ്ട്രാ ചേർക്കുന്നില്ല. റവ സോക്ക് ചെയ്യാൻ വയ്ക്കുന്ന 10 മിനിറ്റ് മാത്രമേ ഇതിന് വേണ്ടും, ബാക്കിയെല്ലാം പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഇനി ഒരു പാന് വെച്ച് ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ 1/4 ടീസ്പൂൺ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടിക്കഴിഞ്ഞ് ഫ്ലെയിം സിമ്മിലാക്കി 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടിയും കൂടി ഇടുന്നുണ്ട്. മഞ്ഞൾ പൊടി കരിഞ്ഞു പോകാനൊന്നും പാടില്ല. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച സവാള ഇട്ട് കൊടുക്കുക. ചെറുതായി കട്ട് ചെയ്ത പച്ചമുളകും മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇടാം. മല്ലിയില ഇല്ലെങ്കിൽ കറിവേപ്പില മാത്രമായാലും മതി. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാള കളറ് മാറുന്നവരൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. ഗ്രേറ്റ് ചെയ്ത 1 പിടി ക്യാരറ്റും കൂടി ഇടാം. എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 നുള്ളി ഉപ്പും കൂടി ഇടുന്നുണ്ട്. നമ്മൾ റവയിൽ ഉപ്പിട്ടിട്ടാണ് മിക്സ് ചെയ്തത്, അതുകൊണ്ട് അതും കൂടി കണ്ടു വേണം ഇതിലേക്ക് ഉപ്പിടാൻ വേണ്ടി. ഇതേപോലെ സോഫ്റ്റ് ആയതിന് ശേഷം നമ്മൾ മിക്സ് ചെയ്ത് വെച്ച റവ ഇല്ലേ, അതിലേക്ക് ചൂടോടെ തന്നെ ഇത് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. മഞ്ഞൾ ചേർക്കുന്നത് കൊണ്ട് ഇത് കാണുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് ഈ മഞ്ഞളിൻ്റെ കളറ് വേണ്ടെങ്കിൽ മഞ്ഞൾ ഇല്ലാണ്ട് ഉണ്ടാക്കിയാലും മതി. നിങ്ങൾ ഇതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യണേ. ഇത് കുറച്ച് കട്ടിയാന്ന്. ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് നോക്കി പിന്നെ വേണ്ടെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി. ഇത് എനിക്ക് കറക്റ്റ് പാകാന്ന്, ഇത്ര മതി വെള്ളം. ഇതേപോലെ മിക്സ് ചെയ്തിട്ടുണ്ട്, ഇത്ര മതി. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇത് നമ്മൾ ഇപ്പം തന്നെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇതിലേക്ക് 2 നുള്ള് സോഡാപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചത് മെൽട്ടാക്കിയിട്ട് ഇതിലേക്ക് ഒഴിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ അവിടെ നിന്ന് പോലെ, അതുകൊണ്ട് അങ്ങനെ വെള്ളത്തിൽ ഒഴിച്ച് ഇത് കലക്കിയാൽ മതി. സോഡാപ്പൊടി എന്ന് ഞാൻ പറഞ്ഞത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ബേക്കിംഗ് സോഡ ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇത് കുറച്ചൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ബേക്കിംഗ് സോഡ ഇടുന്നത് അതിന് വേണ്ടിയാണ്. നിങ്ങൾക്കിനിയിപ്പം ബേക്കിംഗ് സോഡ വേണ്ട എന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താൽ മതി. ഇത് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കാം. നമുക്ക് വേണ്ടിയിട്ട് ഇത് ഇഡ്ഡലി പാത്രത്തിലൊഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. ഞാൻ ഇതുപോലത്തെ ഒരു ഉണ്ണിയപ്പച്ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണെങ്കിൽ അതിൽ എണ്ണ തടവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ കുറച്ച് എണ്ണ തടവണം. എല്ലാ കുഴിയിലും ഇത് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലും ഒഴിച്ചതിന് ശേഷം ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഫ്ലെയിം മീഡിയത്തിലാക്കിയിട്ട് വേവിച്ചെടുത്താൽ മതി. 3-4 മിനിറ്റ് ആകുമ്പോഴത്തേക്കും ഇത് വെന്ത് വരും. തിരിച്ചിടാം. ഇത് ഈ കൂട്ട് കറക്റ്റ് പാകാണെങ്കിൽ ഇതേപോലെ നന്നായിട്ട് വരും. ലൂസായിട്ടുണ്ടെങ്കിൽ ഇത്ര കറക്റ്റായിട്ട് വരില്ല. ഇതിപ്പം ഇതിൻ്റെ മേൽവശവും കൂടി വെന്തിട്ടുണ്ടാവും. പിന്നെ തിരിച്ചിട്ട് കുറേ സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ഒരു 1.5 മിനിറ്റ് 1 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി.
അടിവശം അതിൻ്റെ കളറൊക്കെ മാറി നന്നായി വന്നിട്ടുണ്ട്. ഇനി ഇത് കോരി മാറ്റാം. കാണാൻ തന്നെ എത്ര ഭംഗിയല്ലേ. ഇത് കഴിക്കാനും ഇതേപോലെ നല്ല ടേസ്റ്റ് ആയിരിക്കും. എല്ലാം കോരി മാറ്റിയതിന് ശേഷം ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇതത്ര എളുപ്പം ഉണ്ടാക്കാനല്ലേ. ഇനിയിപ്പോൾ അരി അരച്ച് വെച്ചിട്ടില്ല, ഇനി രാവിലെ എന്തുണ്ടാക്കും എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. ഇതേപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ആയിരിക്കും, ഹെൽത്തിയും കൂടിയാണ്, സമയവും ലാഭമാണ്. ഇതാവുമ്പോൾ കുട്ടികൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും പറ്റും. ഇതിന് പ്രത്യേകിച്ച് കറികളൊന്നും വേണ്ട, കറിയില്ലാതെ കഴിക്കാൻ പറ്റും. ഇത് കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ്, പണിയും എളുപ്പം. അങ്ങനെ എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ലൊരു ചായയും കൂടി ഉണ്ടാക്കി ഇതങ്ങ് കഴിക്കാം അല്ലേ. ഇത് പൊട്ടിച്ചും കൂടി കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾവശം എങ്ങനെ ഉണ്ടാവും നോക്കാലോ. കണ്ടോ, ഇതുപോലെ ഉണ്ടാവും ഇതിൻ്റെ ഉൾവശം. ഇതിൽ നമ്മൾ കടുകൊക്കെ വറുത്തത് കൊണ്ടും തൈരിട്ടത് കൊണ്ടും ഇതിനൊരു പ്രത്യേക മണമായിരിക്കും. ഇതെങ്ങനെയുണ്ട്, ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.